മാഡം വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവം എല്ലാം നമുക്ക് എത്തിച്ചു തരും, ഈസി ആയിട്ട് എത്തിച്ചു തരും, ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു നിർത്തി. മാഡത്തിന് മധുര മീനാക്ഷി ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ഇന്റർവെൻഷൻ ഉണ്ടായിട്ടുള്ളതായിട്ട് വലിയൊരു അത്ഭുതമാണ്. അത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. കാരണം എൻ്റെ രണ്ടാമത്തെ മോന് അമേരിക്കയിൽ പോയി. അവന് ഒരു ജോലിയൊക്കെ ആയി. പക്ഷേ അവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. ആരോഗ്യമായി നടുവെട്ടല്, അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവന് സ്പോണ്ടിലോസിസ് നേരത്തെ ഇവിടുന്നേ ഉണ്ട്. അപ്പൊ മരുന്നൊക്കെ കഴിച്ചിട്ടുമുണ്ട്, ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ മരുന്നൊക്കെ കഴിച്ചിങ്ങനെ വലിയ കുഴപ്പമില്ലായിരിക്കുമ്പോഴാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് തന്നെയാണ് അവന് വിസ കിട്ടിയതും കേട്ടോ. അത് വേറൊരു അത്ഭുതമാണ്. അങ്ങനെ വിസ കിട്ടി, അവന് പോയി. അവൻ പോയപ്പം മൂത്ത മോൻ്റെ അടുത്ത് താമസിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അവന് ആ സമയത്ത് അവിടെ ജോലി കിട്ടാൻ വലിയ പ്രയാസമുള്ള ഒരു ടൈമായിരുന്നു. പക്ഷെ ഞാൻ വിഷ്വലൈസ് ചെയ്ത് പ്രാർത്ഥിച്ചു, യൂണിവേഴ്സിനോട് എല്ലാം പറഞ്ഞു. അങ്ങനെ ഇരിക്കെ അവന് കാലാവസ്ഥ പ്രശ്നമാണ്, അവന് ശാരീരിക ആരോഗ്യം പ്രശ്നമാണ്, അങ്ങനെ ഒരുപാട് ജോലി കിട്ടിയില്ല എന്നുള്ള ടെൻഷൻ പ്രശ്നമാണ്, ഒരുപാട് കടവുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ അവനെ ഫേസ് ചെയ്യാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചൊരു കാലഘട്ടമാണ്. അപ്പൊ അവന് ഒരു ജോലി കിട്ടി, ഒരേ ഒരു ജോലി. അത് അവനത് TCS കിട്ടി. അപ്പൊ അത് പെർമനന്റ് ജോലി. അത് ഫ്ലോറിഡയിലാണ് കിട്ടിയത്. നല്ല കാലാവസ്ഥ, ഉള്ളതിൽ നല്ല കാലാവസ്ഥയാണ്, കേരളത്തിന്റെ കാലാവസ്ഥയാണ്. അവിടെ കിട്ടി. അപ്പൊ ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്തത് തൊട്ടടുത്ത് സ്കൂള് വേണം. അവന് 3 കുട്ടികളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ടിൻസും ഉണ്ട്, അതിന് മുകളിലൊരു ഒരു മോനും ഉണ്ട്. അപ്പൊ ഇവർക്ക് പറ്റിയ തൊട്ടടുത്ത് സ്കൂള് വേണം. പിന്നെ മരുമോളെ കൊണ്ടുപോകും. അവൻ അങ്ങനെ ഒറ്റയ്ക്കൊന്നും താമസിക്കില്ല. മരുമോളെയും പിള്ളേരെയും കൊണ്ടുപോകുമ്പോൾ ഈ സ്കൂളും അടുത്ത് വേണം. അവൾക്ക് പഠിക്കാനും പറ്റണം. അവൾ MS പഠിക്കണം. അല്ലെ അവളിവിടെ ബിടെക്കാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അതൊക്കെ കളഞ്ഞു പോവല്ലേ. അപ്പം ഒരു ഗ്യാപ്പ് വരണ്ട എന്ന് വിചാരിച്ചിട്ട് പഠിക്കാൻ കയറണം. അപ്പൊ ഇത്രയും ഞാൻ വിഷ്വലൈസ് ചെയ്ത് അവൾക്ക് പഠിക്കാൻ പറ്റണം, ഏറ്റവും സൗകര്യമായിട്ട് പഠിക്കാൻ പറ്റണം, നല്ല സ്കൂൾ അടുത്ത് പിള്ളേരെ തൊട്ടടുത്ത് വിടാൻ പറ്റണം, അവന് ജോലി ചെയ്യാവുന്ന ഓഫീസും അടുത്ത് വേണം. ഇങ്ങനെ എല്ലാം വിഷ്വലൈസ് ചെയ്ത് അത്ര അത്ഭുതകരമായിട്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്ത് യൂണിവേഴ്സ് തന്നു, എല്ലാം ശരിയാക്കി തന്നു. അവൾക്ക് MS ഉടനെ ചേരാൻ പറ്റി. ചെന്ന് അധികം താമസിയാതെ MS ചേരാൻ പറ്റി. അവിടെ ഇപ്പോൾ ഭംഗിയായിട്ട് കോഴ്സ് കഴിഞ്ഞു. ഈ ഒരു May 1 അതിന്റെ കോൺവക്കേഷനാണ്. അപ്പൊ അത്രയും എല്ലാം അതിഗംഭീരമായിട്ട്. പിന്നെ അവനാണേലും പിന്നെ ഒരു അമേരിക്കൻ കമ്പനിയിലേക്ക് തന്നെ ജോലി കിട്ടി. അവന് ഇവിടെ ഇരുന്ന കിട്ടാവുന്നതിനേക്കാൾ ഉയർന്ന ഒരു പോസ്റ്റിൽ അവന് ജോലി. അതൊക്കെ ഞങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയും ഇന്റർവ്യൂ വരുമ്പോൾ പ്രാർത്ഥിക്കുകയും ഹീൽ ചെയ്യുകയും ഒരുപാട് കാര്യങ്ങൾ ഞാനും എൻ്റെ മോനും കൂടെ ചെയ്യും, മൂത്ത മോനും കൂടെ ചെയ്യും. ഞങ്ങൾ ഇതെല്ലാം ചെയ്ത് പിന്നെ അവർക്ക് അത്രയും അറിയാമല്ല പ്രാണിക് ഹീലിങ്ങിനെ പറ്റി. എന്നെ വിശ്വസിച്ച് അവരിങ്ങനെ പറയും എന്നുള്ളതല്ലാതെ. അപ്പൊ എന്നെ ഭയങ്കര വിശ്വാസമാണ്, കാരണം അനുഭവങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പൊ ഇങ്ങനെ ഇരിക്കെ ഇവൻ ഈ സ്പോണ്ടിലോസിസ് വന്നിട്ട് അവന് ഇരിക്കാനും മേല, നിൽക്കാനും മേല, ജോലി ചെയ്യാനും മേല, കാലിന് ഈ സയാറ്റിക് നെർവിന്റെ പ്രശ്നം എല്ലാം കൂടെ വന്നു, നടുവിനും. പക്ഷെ അവന്റെ എല്ലിന് ഈ പുറകിൽ ഇങ്ങനെ ഒരു തള്ളി നിൽക്കുക, ഇച്ചിരി ഒരു വളവുണ്ട്. ഇവൻ അവിടെ നിൽക്കാൻ മേല. ഇവൻ അങ്ങ് മരുന്ന് കഴിച്ചു, ഗുളിക കഴിച്ചും വയറിനും പ്രശ്നമായി, ആകെ പ്രശ്നമായി. അപ്പൊ അവിടെ ഒരു കെയ്റോ പ്രാക്ടീഷണർ അല്ലേ പോകാൻ പറഞ്ഞു. അവിടെ പോകുന്നുണ്ട്. എന്നിട്ടും ഒന്നും അവന് ഒരു രക്ഷയില്ല, നിൽക്കാനിരിക്കാൻ. അവസാനം അവൻ നിരാശനായിട്ട് എന്നോട് വന്ന് പറയാം, അമ്മേ ഞാൻ ഒന്നില്ല, ഞാൻ പോവുക, ഇൻഷുറൻസ് ഒക്കെ എടുത്തിരിക്കുക, പിള്ളേർ അവരൊക്കെ ജീവിച്ചോളും, എന്നെ കൊണ്ട് ഇനി മേലെ ഇത്രയും കടവുമായിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യും? അപ്പൊ എനിക്കിനി ഇവിടെ നിൽക്കാനും ഇരിക്കാനും ഒന്നും മേലെ, എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കഴുത്തനക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, നടക്കാൻ മേല, സെറ്റ് ഇരിക്കാൻ മേല, കസേര ഇരിക്കാൻ മേല, ഞാൻ എന്ത് ചെയ്യും? ഞാൻ തിരിച്ചു വരുവാ നാട്ടിലേക്ക്, എല്ലാം വിട്ട് കളഞ്ഞ് തിരിച്ചു വരുവാന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇപ്പൊ തിരിച്ചു വരാൻ എളുപ്പമല്ല. 1, 2 പോയിരിക്കുന്നതിന്റെ കടം വേറെ, അതിന് മുമ്പുള്ള കടം വേറെ, അത് അങ്ങനെ കിടക്കുന്നു. ഈ ജോലിയാണേലും പ്രശ്നങ്ങള്. ഈ അവൾക്ക് പഠിക്കാൻ ചേർന്നു, അവളെ അതും കളഞ്ഞു വെച്ച് പറഞ്ഞു, പിള്ളേരെ സ്കൂളിൽ ചേർത്ത് അതും എല്ലാം കളഞ്ഞു പോരുക എന്നൊക്കെ പറയുമ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. ഞാനത് ഭയങ്കര, അന്ന് രാത്രി മുഴുവനും ഞാൻ അങ്ങ് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വെളുപ്പംകാലത്ത് എഴുന്നേറ്റ് ഞാൻ മെഡിറ്റേഷന് പോയിരുന്നു. ആ മെഡിറ്റേഷനിൽ ഞാൻ പെട്ടെന്ന്
മധുരമീനാക്ഷി ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിൽക്കുക, മെഡിറ്റേഷനിലാണ്. എന്നിട്ട് ആ ക്ഷേത്രത്തിനകത്തുനിന്ന് അമ്മ ഇറങ്ങി വന്നു. ഓ, എന്തോ ഒരു ഭംഗിയാണെന്നറിയാമോ. വലിയ വലിപ്പമൊന്നുമില്ല അമ്മയ്ക്ക്. നല്ല തേജസ്സുള്ള മുഖം, വലിയ കളറൊന്നും എനിക്ക് തോന്നുന്നില്ല. വലിയ കണ്ണ്, നല്ല എന്തൊരു ചിരിയാണ്, എന്തൊരു ഗ്രേസാ മുഖത്തിന്. എന്നിട്ട് അപ്പൊ എന്നെ നോക്കി അങ്ങ് ചിരിച്ചു. എന്ത് പറ്റി എന്നിങ്ങനെ തമിഴിൽ ചോദിച്ചു. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്റെ മോനെ. വീഡിയോ ഫ്രീസ് ആയി പോയി. അമ്മ വന്നതാണ്. അമ്മ വന്ന് ഇറങ്ങി വന്നു. അമ്മ വന്നു, വീഡിയോ ഫ്രീസ് ചെയ്ത് കളഞ്ഞു. അതൊരു എനർജിയാണത്. അമ്മ ആ ക്ഷേത്രത്തിനകത്തുനിന്ന് ഇറങ്ങി വരുന്നു. എന്തൊരു തേജസ്സാ. എന്നിട്ട് വന്നിട്ട് എന്നെ നോക്കി എന്ത് പറ്റി എന്നുള്ള രീതിയിൽ ഇങ്ങനെ എന്നോട് നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മയെ രക്ഷിക്കണം, എൻ്റെ മോൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു രക്ഷയില്ല, അമ്മ എന്നെ രക്ഷിക്കണം, അവനെ എങ്ങനെയെങ്കിലും ശരിയാക്കണം. അന്നേരം ഞാൻ പറഞ്ഞു, അമ്മയെ സുശ്രുത മഹർഷിയെ വിളിച്ച് ഓപ്പറേഷൻ ചെയ്യിക്കണമെന്ന് പറഞ്ഞു അമ്മയോട്. അപ്പടിയാ, തമിഴിൽ അമ്മ ശരിക്കും ഞാൻ വേറൊരു മെഡിറ്റേഷനിലും ഇങ്ങനെ ഒരു സംഭാഷണം കേട്ടിട്ടില്ല. ലാംഗ്വേജ് ഇല്ലാത്ത മറ്റുള്ള എല്ലാ കാഴ്ചകളിലും നമുക്കിങ്ങനെ ആശയം വരുന്നതേ ഉള്ളൂ, ഇങ്ങനെ സംഭാഷണം വരുന്നില്ല. ഇതിനകത്ത് ഇങ്ങനെ അമ്മയെ കണ്ടപ്പോ അമ്മ തമിഴിൽ ഇങ്ങോട്ട് സംസാരിക്കുക. എനിക്ക് തമിഴ് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പറയുന്നതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ കുറെ മനസ്സിലാകും, എല്ലാം ഒന്നും മനസ്സിലാവുന്നില്ല, എനിക്കിങ്ങനെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പറയാ, സുശ്രുത മഹർഷി അപ്പടിയാ, അമ്മയ്ക്കൊരു തമാശ പോലെ ഭയങ്കര ചിരിയാ. അപ്പടിയാ, സുശ്രുത മഹർഷിയെ വിളിക്കണമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ അമ്മയെ വിളിച്ച് ഓപ്പറേഷൻ ചെയ്തു, അത് ശരിയാക്കണം, അല്ലാതെ ഗുളികയൊക്കെ കഴിച്ചാവും വല്ലാത്ത വിഷമത്തില, എല്ലാം ഇട്ടെറിഞ്ഞ് പോരാനിരിക്കുക, എനിക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല, അമ്മ അവനെ രക്ഷിക്കണമെന്നും പറഞ്ഞു. അവൻ ഒരുപാട് പ്രശ്നത്തിൽ കിടക്കും, അമ്മയെ രക്ഷിക്കണം, അമ്മ അല്ലാതെ വേറെ ആരും രക്ഷിക്കാനില്ല എന്ന് വെച്ചാൽ അമ്മ എന്ത് വേണമെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, സുശ്രുത മഹർഷിയെ വിളിച്ച് ഓപ്പറേഷൻ ചെയ്യിക്കണമെന്ന്. അപ്പടിയാ എന്ന് ചോദിക്കുകയും അമ്മ സുശ്രുത മഹർഷി ഉടനെ അവിടെ വന്നു. ഞാൻ കാണുക, സുശ്രുത മഹർഷി താടിയെല്ലാം വെച്ച് കാവ്യവസ്ഥ, എനിക്ക് മുഖം കാണാൻ മേല, അമ്മയുടെ നേരെയാണ് അദ്ദേഹം, എന്നെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അദ്ദേഹം തൊഴുത് പിടിച്ച് നിൽക്കും അമ്മയുടെ മുമ്പില്. എന്നിട്ട് അമ്മ സുശ്രുത മഹർഷിയോട് തമാശ, കൊച്ചു കുട്ടികൾ എന്തെങ്കിലും പറയുമ്പോൾ അത് അനുസരിക്കുന്ന അമ്മമാരുടെ ഒരു മുഖഭാവമാണ്, ചിരിയൊക്കെയാ. അമ്മ എന്നിട്ട് പറയാ, ഓപ്പറേഷൻ ചെയ്യണമെന്ന്, ഓപ്പറേഷൻ സുശ്രുത മഹർഷി ചോദിക്കുക, അമ്മ ഉള്ളപ്പോ ഞാനോന്ന്. എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല, ഞാൻ ചോദിച്ചതിന്റെ ഒരു ബ്ലണ്ടർ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ സുശ്രുത മഹർഷി അപ്പടിയാ, നീങ്കത്താൻ ഓപ്പറേഷൻ പണ്ണുങ്കോ എന്ന് എന്തൊക്കെയോ അങ്ങനെ തമിഴ് പറഞ്ഞു. തമിഴ് പറഞ്ഞപ്പോ സുശ്രുത മഹർഷി തല കുലുക്കിയിട്ട് അപ്രത്യക്ഷനായി. പിന്നെ അമ്മ എന്നോട് സംസാരിക്കുക. അമ്മ എന്നോട് പറയാ, നീ കവളപ്പെടാതെ, നീ കുഴന്തതാനാ, കവളപ്പെടാതെ എന്നിങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു. ഇങ്ങനെ കൈയ്യോട്, നീ കുഴന്തതാനാ, കവളപ്പെടാതെ അങ്ങനെ അമ്മയുണ്ട് കൂടെ, പേടിക്കണ്ട, വിഷമിക്കണ്ട എന്നുള്ള അർത്ഥത്തിൽ ഒത്തിരി നേരം അങ്ങനെ 2-3 പ്രാവശ്യം കൈയെടുത്ത് പറഞ്ഞു. എനിക്ക് ഞാൻ കരയുക, സങ്കടം കൊണ്ട് കരയുക. എന്നിട്ട് അമ്മയോട് ഞാനിങ്ങനെ പറയാ. അപ്പൊ ഞാൻ വേറൊരു കാര്യം അമ്മയോട് പറഞ്ഞു. എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ പറ്റിയാ പറഞ്ഞത്. അദ്ദേഹം എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് മനപ്രയാസം ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ സംസാര രീതി അങ്ങനെ. അപ്പൊ പറയാ, അപ്പൊ നീ ഒന്നും മിണ്ടണ്ട, നീ ഒന്നും പറയണ്ട, നീ എല്ലാം കേട്ടാ മതി, ഒന്നും നീ തിരിച്ചു പറയരുത് എന്ന് എന്നോട് പറയുകയും ചെയ്തു. അങ്ങനെയാ പറഞ്ഞേ, നീ എല്ലാം അങ്ങനെയും കൂടെ പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് അത്ഭുതമായിപ്പോയി. അങ്ങനെ എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് ഉടനെ സുശ്രുത മഹർഷി അവിടെ തിരിച്ചു വന്നപ്പോ അമ്മ എന്നെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് സുശ്രുത മഹർഷിയോട് ചോദിക്കുകയാണ്, ഓപ്പറേഷൻ സ്ഥാനാ എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം ആണെന്നുള്ള രീതിയിൽ തലയും കുലുക്കി തൊഴുത് കുനിഞ്ഞു നിൽക്കുക. എന്നിട്ട് അപ്പൊ എന്നോട് പറയാ, കവളപ്പെടാതെ സക്സസ് താന, ഓപ്പറേഷൻ സക്സസ് ആയി എന്നോട് പറഞ്ഞു. എന്നിട്ട് സുശ്രുത മഹർഷി അപ്പം പൊക്കോട്ടെ എന്നുള്ള അർത്ഥത്തിൽ നിന്ന് അമ്മ കൈയും കാണിച്ചു പോയി. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, നീ സങ്കടപ്പെടുകയേ വേണ്ട, നീ എൻ കുഴന്തതാനാ, കവളപ്പെടാതെ ഇങ്ങനെ തന്നെ വീണ്ടും പറഞ്ഞു. പിന്നെ ഞാൻ കണ്ണു തുറന്നു. ഞാൻ എന്തായി കണ്ടത്, സത്യമാണോ നുണയാണോ എന്തുവാന്ന് അറിയത്തില്ല. ഞാൻ പിന്നെ പിറ്റേ ദിവസം, അവൻ തലേ ദിവസം ഇങ്ങനെ നിരാശപ്പെട്ട് പറഞ്ഞവനാ, പിറ്റേ ദിവസം ഞാൻ അവനെ വിളിച്ചു.
അവനെ വിളിച്ചപ്പോൾ ഇപ്പൊ നല്ല കുറവുണ്ട് അമ്മേ, നല്ല കുറവുണ്ട്, എനിക്കിപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ മോൻ പോയി എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ അവർ പറഞ്ഞ ആ വളവ് നിവർന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൻ ഇന്നേ തീയതി വരെ അതുപോലെ ഒരു വിഷമം ഉണ്ടായിട്ടേ, കാലിന്റെ വിഷമങ്ങളും മാറി. അങ്ങനെ അതൊരു വലിയ അനുഭവമായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടത് ശരിയാണെന്നുള്ളതാണ് അവന്റെ ആ എക്സ്റേ കൂടെ അവന്റെ അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലായത്. അപ്പൊ തീർച്ചയായിട്ടും അത് പിന്നെ എനിക്ക് അന്ന് തൊട്ട് എനിക്ക് മനസ്സിലായത്, ഞാനപ്പോ ഈ ജാതകം പരിശോധിച്ചപ്പം എന്റെ കുലദേവതയും മാതങ്കി തന്നെ ആണെന്ന് എനിക്ക് മനസ്സിലായി. രണ്ടു മൂന്ന് തരത്തിൽ ഈ കുലദേവതയെ നോക്കുന്നവരുണ്ട് പല ജ്യോതിഷത്തിൽ. പക്ഷെ ഈ ഒരു രീതി നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി എന്റെ കുലദേവതയാണ് മാതങ്കി. അതുവരെ ഞാൻ മധുരമീനാക്ഷിയെ വിളിച്ചിട്ടുമില്ല, പ്രാർത്ഥിച്ചിട്ടുമില്ല. എൻ്റെ മനസ്സിൽ ഒരിക്കലും ഒരു പ്രാർത്ഥനയും വന്നിട്ടില്ല. ആദ്യമായിട്ട് ഞാനിങ്ങനെ കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് ഞാനിപ്പം അമ്മയെ പ്രാർത്ഥിക്കാറുണ്ട്. മധുര ഞാൻ അതിനു മുമ്പ് 2 വട്ടം പോയി. ഇത് അനുഭവം വന്നേ പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. പോണം. ഞാൻ മധുരമീനാക്ഷി ക്ഷേത്രത്തിന്റെ മുമ്പില്, ശ്രീകോവിലിന്റെ മുമ്പിലാണ് ഇതെല്ലാം ഞാൻ കണ്ടത്. അതൊരു വലിയ ഭയങ്കര മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഇത്രയും വലിയൊരു ഭാഗ്യം എനിക്ക് തരാനുള്ള യോഗ്യതയൊക്കെ എനിക്കുണ്ടോ? പൂർവജന്മ പുണ്യം ആയിരിക്കാം. അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പഴയ ജന്മത്തിൽ അതുമല്ല, ഈ ജന്മം ഞാൻ ഈ മെഡിറ്റേഷന്റെ ഒരു ക്രേസ് ആയിരുന്നു. എനിക്ക് കണ്ണ് നിറയുന്നു എനിക്ക് അമ്മയുടെ രൂപം ഓർത്ത്. അപ്പൊ ഈ ജന്മമാണേലും എനിക്ക് ഈ ഈ ഭക്തി ഉണ്ടായിരുന്നു. ഒരു പീരീഡിൽ ഞാൻ ഭക്തി നന്നായിട്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് മെഡിറ്റേഷനിലായി ക്രൈസ്. ഏത് മെഡിറ്റേഷൻ കണ്ടാലും ഞാനത് പ്രാക്ടീസ് ചെയ്യും. എല്ലാ മെഡിറ്റേഷനും എനിക്ക് അനുഭവമുണ്ട്. എല്ലാ മെഡിറ്റേഷൻ എനിക്ക് പ്രത്യേകിച്ച് ഗുരുവില്ലാത്തതുകൊണ്ട് ഞാൻ ഈ എന്ത് മെഡിറ്റേഷനെ പറ്റി അറിവ് കിട്ടിയാലും ഞാനത് ചേരും. ഞാൻ അങ്ങനെ ഒരു ഇനി ഒരു മെഡിറ്റേഷൻ കണ്ടാൽ എനിക്ക് അതിനകത്ത് ആകർഷണം തോന്നും, ഞാനത് ചെയ്യും. അങ്ങനെയാ. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഇങ്ങനെ മനസ്സിനെ പറ്റിയുള്ള പഠനവും ഹിപ്നോട്ടിസം ഉണ്ട്, ട്രാൻസാക്ഷൻ അനാലിസിസ് ഉണ്ട്, തെറാപ്പി ഉണ്ട്. ഞാൻ തെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ മോനെയൊക്കെ ഞാൻ ഹിപ്നോട്ടിസം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഉഴപ്പിയൊക്കെ വന്നപ്പം എൻ്റെ 2ാമത്തെ മോൻ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ഉഴപ്പാണ്. അപ്പൊ അവനെ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ മുമ്പിലായതുകൊണ്ട് വിശ്വാസത്തോടെ കിടക്കുമല്ലോ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ തെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ട്. അത്ര അത്യാവശ്യക്കാർക്ക് കേട്ടോ. എനിക്കതൊരു പ്രൊഫഷനൊന്നുമല്ല. ഞാൻ വളരെ നിർബന്ധിക്കും. എൻ്റെ മക്കള് തന്നെ പറഞ്ഞു വിടും അവരുടെ കൂട്ടുകാരെയൊക്കെ ഇവിടെ ചെല്ലുവിടത്തെ. ഇന്നിപ്പോ ഒരു കേസ് അവർ നിർബന്ധിക്കുക. അവരൊക്കെ പറയുമ്പോ മോൻ പറയുമ്പോ ഉപേക്ഷിക്കാൻ പറ്റുകയല്ലോ. അങ്ങനെ ഉള്ള കേസ് മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. കാരണം എൻ്റെ ഒരു വിശ്വാസം, നമ്മുടെ അടുക്ക വരുന്നത് അവർക്ക് യോഗമുള്ള സമയമായി, അവരുടെ കഷ്ടപ്പാട് തീരാൻ, അവർക്ക് തിഷ്ടാകാനുള്ള യോഗമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മുടെ മിടുക്കൊന്നുമല്ല, അവർക്ക് സമയമായി. അപ്പൊ ആരെയെങ്കിലും ഈശ്വരൻ ആരെയെങ്കിലും നിമിത്തമാക്കും, നമ്മളെ നിമിത്തമാക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാണിക് ഹീലിംഗ് സാറിനോട് ചോദിക്കും, സാറേ ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് ഞാൻ ചോദിക്കും. അപ്പൊ പറയും ചെയ്യണം, നമ്മളെ നിമിത്തമാക്കിയിരിക്കുക, നമ്മളെ നിങ്ങൾക്കൊന്നും പേടിക്കണ്ട എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഈ ബാധ മാറ്റല്, ജ്യോതിഷം ഉണ്ടല്ലോ എനിക്ക്, അതിനകത്ത് പ്രശ്നം വെക്കലും ഒക്കെ വരുമ്പോ ഈ ബാധകളുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരുടെയാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വരിക. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാനിങ്ങനെ ബാധകളെ മാറ്റുന്നൊന്ന് ചെയ്തായിരുന്നു. അപ്പൊ ഒരനുഭവം ഉണ്ടായി. അതൊരു വിചിത്രമായ അനുഭവമായിരുന്നു. ഒരു ദിവസം ഞാൻ അങ്ങനെ ഒരു മദ്യപാനിയായ ഒരാളെ ഞാൻ ഹീൽ ചെയ്യുമായിരുന്നു. മദ്യപാനം എന്ന് പറഞ്ഞാൽ 24 hours മദ്യപാനം. ചെറുപ്പക്കാരനാണ്. ഒരുപാട് നിരാശകളുണ്ട്. ഭാര്യ ഡൈവോഴ്സ് ആയിപ്പോയി. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ പുള്ളിയുടെ ഫാദർ എന്നെ വിളിച്ചത് ഞാൻ കണ്ടിട്ടില്ല, ദൂരെ എന്നാ ഓൺലൈനിലല്ല. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ച് പറയാം, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം ഈ ഇത്. ഞാൻ പറഞ്ഞു, ഞാൻ ബാധകളെ ഞാനൊന്ന് നോക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കും ശരിയാകും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ബാധകളെ മാറ്റാനായിട്ട് അദ്ദേഹത്തെ ഒന്ന് ഹീൽ ചെയ്തു. പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഒരു പിശാച് പോലെ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അത് ദംഷ്ട്രമൊക്കെ വെച്ചിട്ട് അസ്ഥികൂടത്തിന്റെ മുഖമായിട്ട് വലിയ കണ്ണുമൊക്കെ ആയിട്ട്, തലമുടിയെല്ലാം ഈ നരച്ചതും ഒക്കെ കറുപ്പും എല്ലാം കൂടെ ചേർന്ന് ഒരു തലമുടിയൊക്കെ ആയിട്ട്
അപ്പൊ എനിക്ക് ആശയം വരുമല്ലോ അവരാരാണെന്ന്. കർണ പിശാചിനി എന്ന്. എനിക്ക് അതിന് മുമ്പ് അങ്ങനത്തെ ഒരു രൂപത്തെ പറ്റിയോ അങ്ങനെ ഒരു പിശാചിനെ പറ്റിയോ എനിക്ക് അറിയില്ല. എങ്ങനെ അത് മനസ്സിലായ കർണ പിശാചിനിയാണ്? അത് നമുക്ക് അവർ മുമ്പിൽ വരുമ്പം നമുക്ക് മനസ്സിലാകും. എല്ലാ പേര് തന്നെ വരുമോ? അങ്ങനെ പേര് നമുക്ക് മനസ്സിലാകും. അവര് ആശയം തരുന്നതായിരിക്കാം, നമുക്കറിയത്തില്ല. ആ കർണ പിശാചിനിയാണ് ടെലിപ്പതിക്കലി തരുന്നതാണ്. ടെലിപ്പതിക്കലി തരുന്നതാ. എങ്ങനാ തരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതിന് പല രൂപങ്ങൾ കാണുമ്പോഴും ആരാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് കർണപിശാചിനി. ഞാൻ ആദ്യമായിട്ട് ആ വാക്ക് തന്നെ, ഞാൻ അങ്ങനത്തെ രംഗങ്ങളൊന്നും വായിച്ചിട്ടോ ഒന്നുമില്ല. ആ ലൈനിലേക്ക് നമ്മൾ പോകാറുമില്ലല്ലോ. ഇതിങ്ങനെ ഹീൽ ചെയ്തപ്പോ എന്താ വരുന്നു, കർണപിശാചിനിയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നമ്മളെ ഹീൽ ചെയ്യുമ്പം സാറിങ്ങനെ ഹീൽ ചെയ്യുമ്പം പഠിപ്പിച്ചിരിക്കുന്ന പോലെ ഞാൻ പേടിപ്പിച്ചു. മര്യാദയ്ക്ക് സ്ഥലം വിട്ടോണം, ഇയാളെ വിട്ടൊഴിഞ്ഞോണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശരിയാക്കും, പിടിച്ചു കെട്ടും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണം എന്നാ പറയുന്നേ. അങ്ങനെ പിടിച്ചു കെട്ടും, അല്ലെ സ്ഥലം വിട്ടോണം. എന്നെ അപ്പൊ ഞാൻ ഒരു വാചകം കൂടെ പറഞ്ഞു, എന്നെയോ എൻ്റെ കുടുംബത്തെയോ എൻ്റെ കസ്റ്റമേഴ്സിനെയോ എൻ്റെ കണക്ഷനിലുള്ള ഓരോരുത്തരെയും നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല, സ്ഥലം വിട്ടോണം എന്ന് പറഞ്ഞു. അവര് പേടിച്ചു പോയി. അവര് പോയി. അത് കഴിഞ്ഞ് എനിക്കൊരു വലിയ അനുഭവമായിരുന്നു. എനിക്ക് അവരെ കണ്ടിട്ട് എനിക്ക് അല്പം പോലും ഭയവും വന്നില്ല. അവരാ ശരിക്കും പേടിച്ചതെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഞാനപ്പോ സാറിനെ വിളിച്ചു, പ്രാണിക്കിരിക്കുന്ന സാറുണ്ടല്ലോ, സാറിനെ വിളിച്ച് ഞാൻ ചോദിച്ചു, സാറേ ഇങ്ങനെ ഞാൻ കണ്ടു, എന്താണതെന്ന് വെച്ചു. സാറിന് സ്കാൻ ചെയ്തെല്ലാം നോക്കാം. എല്ലാം ഞങ്ങൾക്കൊക്കെ സ്കാനിങ് അറിയാം, പഠിച്ചിട്ടുണ്ടല്ലോ, പഠിക്കുന്നുമുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സാറ് പറഞ്ഞു, അത് കണ്ടത് ശരിയാണ്, അവർ വന്നിട്ടുണ്ടായിരുന്നു, അവർ പോയി. അപ്പൊ സാറേ എനിക്കെന്താ പേടിയാകാത്തെന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ ആത്മീയമായി ഉയർന്നവരായോണ്ട് അവർക്ക് നമ്മളെയാണ് പേടി, നമുക്കല്ല. നമുക്ക് അങ്ങനെ പേടി വരികയില്ല ആ സമയത്ത്, വരത്തില്ല. അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് പേടിയാ, ഇങ്ങനത്തെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ളവരെ ബാധിക്കുകയല്ലേ, നമ്മളെ ബാധിക്കാൻ മേലെങ്കിൽ മക്കളെയോ കുടുംബത്തിലുള്ളവരെയൊക്കെ ബാധിക്കാം എന്ന് പറഞ്ഞു. ഇല്ല, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ടിരുന്നു, എന്തും ചെയ്യാതിരിക്കരുത്, ചെയ്തോണം, ഇത് നമ്മളെ നിയോഗിച്ചിരിക്കുന്ന, അതുകൊണ്ട് ചെയ്യണം എന്ന് സാറ് തന്ന ധൈര്യത്തിനാ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരിക്കൽ ഒരു ലേഡിയെ ഇതുപോലെ മദ്യപാനമാണ്, സദാസമയം വഴക്കും മദ്യപാനവും ഒക്കെയാണ്, അവരും ഡൈവോഴ്സ്ഡാണ്, ഒരു കുട്ടിയൊക്കെ ഉണ്ട്, ആകെ പ്രശ്നമാണ് കുടുംബത്തിൽ അത്. അപ്പൊ അതിനെ ഞാൻ ഇതുപോലെ എപ്പം നോക്കിയാലും ബാധയൊന്നും കാണുന്നുമില്ല. അവസാനം ഞാൻ പറഞ്ഞു, മാറി നിൽക്കുന്ന ബാധയും വരട്ടെ. ഞാൻ സ്കാൻ ചെയ്യുമ്പോൾ ഇവര് മാറിയിരിക്കും. അപ്പൊ മാറിയിരിക്കുന്ന ബാധ ഉണ്ടെങ്കിൽ വരട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ബാധ വന്നു. അപ്പോൾ അതാരാണോ അതെനിക്ക് രൂപമായിട്ട് ഇങ്ങ് വരിക എന്ന് പറഞ്ഞാൽ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ, ചെറുപ്പക്കാരി, കണ്ണൊക്കെ നല്ല പൂച്ചക്കണ്ണ, നല്ല തിളങ്ങുന്ന പൂച്ചക്കണ്ണ്, തലമുടി ചുമന്ന, നമ്മളിപ്പോൾ ഈ പിള്ളേരൊക്കെ ചുമന്ന നടത്തിയിടുമല്ലോ, എന്നിട്ട് ഈ തൊട്ട് വരെ മുറിച്ചിട്ടിരിക്കുക, ഒരു മാദക സുന്ദരി എന്ന് പറയാം. അത്രയ്ക്ക് തന്നെ അതും എനിക്ക് മനസ്സിലായി, ഇത് വടയക്ഷി ആണെന്ന് മനസ്സിലായി. എനിക്കറിയത്തില്ല വടയക്ഷി ആരാ ഏതാ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ഇവരിങ്ങോട്ട് നമുക്ക് ടെലിപ്പതിക്കലായിട്ട് മനസ്സിലായി ഇത് എന്നിട്ട് അവരെന്നെ നോക്കി ഒരു പുച്ഛിച്ചൊരു ചിരിയും ചിരിക്കുന്നുണ്ട് ഈ വടയക്ഷി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരെ വിട്ടു പോകണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവർക്ക് സെക്സ് ആണ് ആവശ്യമെന്ന്. ഈ വടയക്ഷിക്ക് സെക്സാ. അപ്പൊ ഈ സ്ത്രീയുടെ ദേഹത്തുള്ളതാണോ? ഈ സ്ത്രീയുടെ ദേഹത്തുള്ള കൂടിയിരിക്കുന്ന യക്ഷിയാ. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ സ്ത്രീ വെള്ളാടി മാത്രമല്ല, സെക്സിനും ക്രൈസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നീട് ഫാദറിനെ വിളിച്ച് ചോദിച്ചു, എന്താണ് അത്, സെക്സിനും പ്രശ്നമുണ്ടില്ല, അത് ഞാൻ മാഡത്തിനോട് പറയാത്തതാ, അതൊക്കെയാണ് നടക്കുന്നത്, പാടത്തിനോട് പറയാത്ത. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ബാധയെ കണ്ടു, എന്തായാലും ഞാൻ മാറ്റിയിട്ടുണ്ട്, ഇനിയും ശരിയാകും എന്ന് പറഞ്ഞു. പക്ഷെ അവർ കുറെ കാലമായിട്ടുള്ളത് കൊണ്ട് പതുക്കെ ശീലങ്ങളിൽ നിന്ന് മാറ്റം വരുള്ളൂ. ശീലമായി പോയല്ലോ കുറെ ഈ ഒരു നേച്ചറെ. ഈ ബാധകൾ ഇരുന്ന് നമ്മളെ അങ്ങ് അമക്കി ആ സമയത്ത് അങ്ങ് അഡിക്റ്റ് ആക്കും. പിന്നെ നമുക്കതൊരു ശീലമായിട്ട് മാറും. അതാണ് ഏറ്റവും പ്രശ്നം. അപ്പൊ ഇത് കൂടുതൽ നാളിരുന്ന് അതൊന്ന് ശീലമാക്കിയിട്ടുണ്ട്. അത് മാറണമെങ്കിൽ ഒരു മുറിവ് ഉണങ്ങുന്നത് പോലെ കുറെ ടൈം എടുക്കും. ഒരു മുറിവാണേലും ഉണങ്ങാൻ ഒരു ടൈം വേണമല്ലോ. അതുപോലെ ശീലം മാറണം. അതിന് കുറച്ച് നാമം ജപിക്കുകയും
കുറച്ച് മന്ത്രികത. ഒക്കെ വേണം. എങ്കിൽ നല്ല അമ്പലങ്ങൾ നോക്കി ദർശനം നടത്തണം. അങ്ങനൊക്കെ ചെയ്യണം. അല്ലാതെ ചുമ്മാ ഇരുന്ന ഈ ശീലം മാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാനിവരെ കാണുകയാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് പിന്നെ അവർക്ക് തിരിച്ചു അതൊന്നും വന്നിട്ടൊന്നുമില്ല, കംപ്ലീറ്റ് ക്ലാൻസ്. അവര് കംപ്ലീറ്റ് പോയി. ഞാൻ സാറിനെ വിളിച്ച് ചോദിക്കും, കംപ്ലീറ്റ് പോയോ? സാറ് പറയും പോയി, ധൈര്യമായിട്ടിരുന്നോ, അത് ഒക്കെ പോയി, എല്ലാ സ്ഥലം വിട്ടു. അപ്പോഴേ മാഡം ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നവര് അവര് ഫ്രീക്വന്റ് ആയിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു രക്ഷ കിട്ടുവാണെന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ അത് എനർജൈസ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അതുപോലെ ഈ ക്ലീൻ ചെയ്ത് പോയവര് അവർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇല്ല, ബാധകളൊക്കെയാണ് പിന്നെ അങ്ങ് പോകും. ഞാനിപ്പം ചില ബാധകളെയൊക്കെ ഒഴിപ്പിക്കുമ്പം ബാധകളോട് പറയും, അവർക്ക് ഒരു ജന്മമൊക്കെ കിട്ടണമല്ലോ, എന്നും ഇങ്ങനെ നടന്നാൽ ഒക്കത്തില്ലല്ലോ. അവരോട് കാര്യങ്ങൾ പറയും, മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി. പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ട് പറയും, ഏതെങ്കിലും അമ്പലത്തിൽ പോയി 41 ദിവസം ഭജന ഇരിക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് പുതിയൊരു ജന്മം കിട്ടും എന്നൊക്കെ പറഞ്ഞു വിടും. ഈ ബാധകളൊക്കെ എങ്ങനെയാണ് മാഡം ഈ 41 ദിവസം ഭജന ഇരിക്കുന്നത്? അവർക്ക് എത്ര നാൾ വേണേലും ഇരിക്കാം. പിന്നെ അവര് സൂക്ഷ്മ ബോഡിയിലല്ലേ, അവർക്കെല്ലാം അറിയാം. നമ്മളിവിടെ ഹീൽ ചെയ്യാൻ തുടങ്ങുമ്പോഴേ അവർക്കറിയാം. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുക്ക വന്നു. ആ ഫ്രണ്ടിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഭാര്യ, ഈ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു സാറിന്റെ ഭാര്യ ഈ വല്ലാത്ത ഭക്തി എന്ന് പറഞ്ഞാൽ ഒന്നും ശ്രദ്ധിക്കാതെ അപാരമായ ഭക്തി, മറ്റൊന്നും അവർക്ക് നോട്ടമില്ല. അതൊരു ബാധ കയറിയതാണ്, മനസ്സിലായോ? അങ്ങനെയും ബാധ വരും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നേ ബാധ വരും. അങ്ങനെയായിരുന്നു. അപ്പൊ ഇത് അവരുടെ പല പ്രവൃത്തിയും ഈ ബാധ ഉള്ള പോലെയാണ്. അപ്പൊ അവരിങ്ങനെ, ആ സാറിങ്ങനെ എൻ്റെ ഈ ഫ്രണ്ടിനോട് പറഞ്ഞു, ആരെങ്കിലും ഒന്ന് നോക്കണം, ഇതൊന്ന് മാറ്റണമല്ലോ, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ ഫ്രണ്ട് എൻ്റെ അടുക്ക് വന്ന് രാശി വെച്ചു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഇതൊരു ബാധയാണ്, ശരിക്കും അവരെ ബാധിച്ചിരിക്കുകയാണ്, ഇതൊക്കെ ഒരു പുറമോടിയാ, അവരുടെ ഉദ്ദേശം എന്താണെന്ന്, ബാധയുടെ ഉദ്ദേശം ഒരിക്കലും നല്ലതായിരിക്കുകയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത് മാറ്റേണ്ടതാണെന്ന് പറഞ്ഞ ഉടനെ ഉണ്ടല്ലോ, ഈ പുള്ളിക്കാരിക്ക് ഫോൺ വരുവാ സാറിനോട് ആ ലേഡി പറയാം, എന്നെ മാറ്റാൻ ശ്രമിക്കുകയല്ലേ, എന്നെ നമ്മളാരും ഇതൊന്നും കാണുന്ന പോലും ഇല്ല, എവിടെയോ ആണ് അവര് വിളിക്കുക. അന്നേരം ഈ രാശി വെക്കാൻ വന്ന പുള്ളിക്കാരിക്ക് പേടിയായി. അയ്യോ ഇതെന്താ ഇങ്ങനെ എന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു, ബാധയ്ക്ക് ഇതറിയാം, നമ്മൾ എന്ത് ചെയ്യാൻ ആരംഭിച്ചാലും അവരറിയും, അവരന്നേരെ പ്രതികരിക്കുക, അതറിയാം, പേടിക്കണ്ട. അവർക്ക് പേടിയായിട്ടാണ് അവര് പ്രതികരിക്കുന്നത്. അങ്ങനെ വേറെ ഒരു അനുഭവം ഉണ്ട്. അത് ആ ബാധയും മാറി. അത് പിന്നെ അവർ കൂടുതലൊന്നും ചെയ്തില്ല. ഇപ്പൊ എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. അന്ന് ഞാൻ മാറ്റി, തിരിച്ചു കയറിയോന്നൊന്നും അറിയാൻ മേല. ഞാൻ ചില ഷീൽഡൊക്കെ ഇട്ട് വിടും, എന്നാലും അറിയാൻ പറ്റിയല്ല. അത് ആവാഹിച്ച് മാറ്റിയിട്ടില്ല. അവര് പിന്നെ വന്നില്ല. ഇവർക്കും പേടിയായിട്ട് ഇവരും വന്നില്ല. അയ്യോ ഞാൻ ഇനി ഇതിനകത്തൊന്നും ഇല്ലേന്നും പറഞ്ഞ് ഈ പുള്ളിക്കാരി അങ്ങ് സ്കൂപ്പായി. അത് കാരണം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ബാക്കി കാര്യങ്ങൾ. എങ്കിലും ഞാനൊന്ന് ഹീൽ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു നിയോഗമാണല്ലോ, അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ മാറിക്കാണുമായിരിക്കും. പിന്നെ അതിനെപ്പറ്റി ഒരു അറിവും വന്നില്ല. ഞാൻ പിന്നെ ആരോടും അങ്ങോട്ട് കയറി ചോദിക്കാറൊന്നുമില്ല. ഇങ്ങോട്ട് ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. കാരണം അവരുടെ കർമ്മഫലവും കൂടെ തീരണമല്ലോ. അല്ലാതെ ഒന്നും ഇതിനൊന്നും ഒരു അവസരം ഉണ്ടാകത്തില്ല. നമ്മൾ അങ്ങോട്ട് ചെന്ന് ചെയ്യുന്ന, പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പം ഇങ്ങനെ വന്നു ചേരുന്നത് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ആരുടെയും പുറകെ പോയി അന്വേഷിക്കാറില്ല. അതങ്ങനെ ഒരു കാര്യം. പിന്നെ ഒരു കൊച്ചിതുപോലെ മദ്യപാനിയായ ഒരു ഭർത്താവിന് കൊണ്ട് ഇങ്ങനെ രാശി നോക്കാൻ വന്നു. അതുപോലെ ഞാൻ ആവാഹിച്ച് തകിടിൽ ആവാഹിച്ചിട്ട് അതിനോട് പറഞ്ഞു, ഇന്ന അമ്പലത്തിൽ കൊണ്ടിടണം എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ആവാഹിച്ച് ആ രാത്രി വീട്ടിലിരിക്കുമ്പം ഇയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് എന്നെ നിങ്ങൾ മാറ്റാൻ പോവാണെന്നോ ഒരു ബാധ സംസാരിക്കുന്ന പോലെ ഈ ഭാര്യയോട് പറയുക. അവരെന്നെ വിളിച്ചു, അയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, ബാധ പോയേ പറ്റുമെന്ന് മനസ്സിലായത് കൊണ്ടാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ നാളെ അമ്പലത്തിൽ കൊണ്ടിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അമ്പലത്തിലോട്ട് ഇത് ചെയ്യാൻ പോകുമ്പോൾ ഇവരെന്ത് ചെയ്ത് അകത്തോട്ട് കയറ്റത്തെ, ഇത് ബാഗിനകത്ത് ഇരിക്കുക. ഞാൻ അവിടെ ബന്ധിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട്, ഇത് ബാഗിനകത്തിരിക്കുന്നതുകൊണ്ട് ഇത് എന്ത് ചെയ്താൽ ഈ കൊച്ചിന് അമ്പലത്തിലോട്ട് കയറാൻ പറ്റുന്നത്? അന്നേരത്തേക്ക് തല ഇറങ്ങുമോ, ഛർദ്ദിക്കാൻ വരുമോ, വേർക്കുമോ, ഇരിക്കണമെന്ന് തോന്നുന്നു, ഇങ്ങനത്തെ വേറെ പ്രശ്നങ്ങൾ. അവിടെ നിന്നോട്ട് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, അത് വെളിയിൽ വെച്ചിട്ട് അകത്ത് കയറി പ്രാർത്ഥിച്ച് പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ചെയ്യാൻ പറഞ്ഞു.
അങ്ങനെ ഒരു അനുഭവമുണ്ട്. അങ്ങനെയൊക്കെ സാധിക്കും. ഇത് ഇത് നമ്മുടെ ഒന്നും എടുക്കല്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ശരിക്കും പാടും. ഇതൊക്കെ ഒരു പൂജ കഴിക്കാൻ പോയാൽ അതിന് വലിയ വലിയ പൂജകളും ഒരുപാട് ചെലവും ഒക്കെ ഉള്ളതാണ്. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ബാധയൊക്കെ പോകുന്നുണ്ട്. അവർക്ക് മദ്യപാനമൊക്കെ ഒത്തിരി കുറഞ്ഞു. പിന്നെ ശീലമായി കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും മാറാൻ. മദ്യപാനികളെ അങ്ങനെ ഞാൻ മാറ്റിയ കേസുകളുണ്ട്. കംപ്ലീറ്റ് നിർത്തിയ കേസുകളുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ 24 hours വെള്ളമടി. അങ്ങനെ അതിനും ഞാൻ ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് മദ്യപാനം നിർത്തി. ജ്യൂസ് ആക്കി കുടിക്കല്. അത് ഭയങ്കര അതിശയായിപ്പോയി. എനിക്ക് തന്നെ വണ്ടറായിപ്പോയി. എത്രയോ വർഷമായിട്ട് അവനങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്നത്. എൻ്റെ മോനെ പോലെ തന്നെ എൻ്റെ അയൽവക്കത്ത് താമസിച്ച അവരാ. അപ്പൊ അതിനുവേണ്ടി ഞാനത് ചെയ്തു. അതൊരു വലിയൊരു ചാരിതാർത്ഥ്യമാണ് എനിക്ക് എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റിയത്. കാരണം ആ ഫ്രണ്ടിൽ നിന്ന് എനിക്ക് ഒരുപാട് ഉപകാരം കൊച്ചിലെ കിട്ടിയിട്ടുള്ള. അപ്പം എനിക്കതൊരു കടമ തീർക്കലായി. ഭയങ്കര സന്തോഷം. അവർ സമാധാനത്തോടെ മരിച്ചു. അവർക്ക് അസുഖമായിരുന്നു. സമാധാനത്തോടെ മരിക്കാൻ പറ്റും. അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് അവർക്ക് അത്രയും സമാധാനം കൊടുക്കാൻ പറ്റിയത്. പിന്നെ ആ കൊച്ചിനെ ഞാൻ ഇതുപോലെ ചെയ്ത് എല്ലാം ഹീലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം അതിൻ്റെ ക്ലിയറായിട്ട് ഗൾഫിലൊക്കെ തിരിച്ചു പോകാനും ജോലി ചെയ്യാനും ഒക്കെ സാധിച്ചു. അതൊക്കെ ഒരു അനുഭവമാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അവരുടെ ഭാഗ്യം എന്നേ ഉള്ളൂ. നമ്മളതിന് നിമിത്തമായി എന്ന് മാത്രം. അത് ഈശ്വരൻ തീരുമാനിച്ചു അവരെ രക്ഷപ്പെടുത്തണം. അത്രയേ ഉള്ളൂ. അതൊന്നും നമ്മുടെ മിടുക്കല്ല. നമ്മൾ അത്രയ്ക്കൊന്നും ഉള്ള ആളുമല്ല. നമ്മൾ പിന്നെ എന്തൊക്കെയോ അറിയാവുന്നു. പ്രാണികയിലേക്ക് പഠിച്ചു. സാറിങ്ങനെ പറഞ്ഞു ചെയ്യണമെന്ന്. ജ്യോതിഷം പഠിച്ചു. ജ്യോതിഷത്തിന്റെ ഗുരു പറഞ്ഞു ഒരിക്കലും ജ്യോതിഷം താഴെ മാറ്റി വെക്കാൻ പാടില്ല, ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നതേ ഉള്ളൂ. അവർ പറഞ്ഞ ഗുരുക്കന്മാരുടെ വാചകങ്ങൾ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് ഞാനതൊന്ന് കണ്ടിന്യൂ ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഒരു ബോർഡ് വെച്ചിട്ടില്ല, ആരെയും ക്ഷണിച്ചിട്ടുമില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹം എന്നേ ഉള്ളൂ. ആത്മീയമായ ഒരു വഴിയാണ് എൻ്റെ വഴി. അപ്പം എനിക്ക് നമ്മുടെ ജീവിതത്തിന് മോക്ഷം കിട്ടണമെന്നും നമുക്ക് ഈശ്വരീയ സാന്നിധ്യം വേണമെന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് തീർച്ചയായിട്ടും അതാണ് എൻ്റെ വഴി. അല്ലാണ്ട് ഇതൊരു പ്രൊഫഷനാക്കാണ്ട് കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെയാണ്. അപ്പം എന്നാലും കുറേ പേര് അനുഭവം ഉള്ളവരൊക്കെ പിന്നെ വരികയും വിളിക്കുകയും രാശിവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പറഞ്ഞു കേട്ടൊക്കെ ഓരോരുത്തർ വരുന്നുമുണ്ട്. അവരെ ഉപേക്ഷിക്കാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ. അതുകൊണ്ട് പിന്നെ ചിലർ വരുമ്പോൾ സൈക്കോളജിക്കലായിട്ട് വിഷമങ്ങളുള്ളവർ തെറാപ്പി ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ അനുഭവമാണ്. അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ 2 ദിവസമൊക്കെ നമ്മുടെ കൂടെ താമസിക്കേണ്ടിയൊക്കെ വരും. കാരണം അവരുടെ എല്ലാം കേട്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവരുടെ ആ ചാർജ് പോകണം. അവരുടെ ആ ട്രോമാസ് ഒക്കെ അധികം അങ്ങനെയുള്ളവരെ രക്ഷിക്കണമല്ലോ. അതിന് എനിക്ക് ഒരു ട്രോമ വന്നിട്ടുണ്ട്. ആ ട്രോമയിൽ നിന്ന് ഞാൻ മുക്തമായത് ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയത്. അത് എനിക്ക് തോന്നുന്നത് നമുക്ക് ഭാവിയിൽ ഇത് ചെയ്യേണ്ടി വരുന്നോണ്ടൊരു അനുഭവം തരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. പല അനുഭവങ്ങളും അങ്ങനെ ഉണ്ടാവും. നമുക്കൊരിക്കൽ ഉണ്ടായ എനിക്ക് തോന്നും ഇത് നാളെ ഒരിക്കൽ ആരെയെങ്കിലും ഒക്കെ ചെയ്യേണ്ടിയിട്ട് എന്നെ പഠിപ്പിക്കുന്നതാണ്. നമുക്ക് ആ ഫീല് വന്നാൽ മാത്രമല്ലേ അവരുടെ ഫീല് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അവരത് വിഷമിക്കുന്ന അനുഭവം മനസ്സിലാകത്തുള്ളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യം ഓരോരോ കേസ് വരും. അതുപോലത്തെ ഒരു ഒന്നും ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യേണ്ടി വരും. ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷനും അല്ല, ഒരു ബോർഡും വെച്ചിട്ടില്ല. പക്ഷെ എൻ്റെ മുമ്പിൽ അങ്ങനെയുള്ളവർ എത്തിപ്പെടുന്നുണ്ട്. അങ്ങനത്തെ ചില വിചിത്രമായ അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെയാണ്. തിരിച്ചു വരാം നമുക്ക് അടുത്ത ഇതിലേക്ക്.